നമസ്കാരം. കൊളസ്ട്രോളിനെ കുറിച്ച് എല്ലാവരും പറയും, എല്ലാവരും കേൾക്കും. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ കൊളസ്ട്രോൾ എന്ന് എത്ര പേർക്കറിയാം? നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും എന്നൊക്കെ ഒരുപാട് വകഭേദങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ വകഭേദങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മളെ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്, നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല. ഞാൻ ഈ വിഷയം കുറച്ച് ആഴത്തിലാണെന്ന് പറയാൻ പോകുന്നത്. ബോറടി ഒരു പ്രശ്നമായിട്ട്, ആന്തരിക പ്രശ്നമായിട്ടുള്ളവരാണെങ്കിൽ ദയവായി ഇത് 1.5 ടൈംസ് സ്പീഡിൽ കാണണം. കാരണം ഞാൻ മനഃപൂർവ്വം വളരെ സാവധാനമേ പറയുള്ളൂ. മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച്. അവർക്ക് വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തിരക്കുള്ള ആൾക്കാർക്ക് 1.5 ഇരട്ടിയോ അല്ലെങ്കിൽ 2 ഇരട്ടി സ്പീഡിൽ കാണാവുന്നതാണ്. കൊളസ്ട്രോളിനെ ആദ്യം നമ്മളൊരു ഫാറ്റായിട്ട് കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഫാറ്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യം കൊളസ്ട്രോളാണ് മനസ്സിൽ വരുന്ന ഒരു പേര്. എന്നാൽ കൊളസ്ട്രോൾ യഥാർത്ഥത്തിൽ ഒരു ഫാറ്റ് അല്ല. കൊളസ്ട്രോളിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ ഗൂഗിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആധികാരികമായ ടെക്സ്റ്റ് ബുക്കിലോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കൊളസ്ട്രോൾ ഫാറ്റ് അല്ല. ഇറ്റ് ഈസ് എ വാക്സി സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി, മെയിൻലി ബൈ ദ ലിവർ. എന്ന് വെച്ചാൽ ശരീരം സ്വമേധയ സ്വയം ആവശ്യത്തിന് വേണ്ടി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത്, പ്രധാനമായിട്ട് ലിവർ, അതായത് കരൾ ഉണ്ടാക്കുന്ന ഒരു മെഴുക് പോലെ, വാക്സി സബ്സ്റ്റൻസ് പറഞ്ഞാൽ നമ്മുടെ മെഴുകുതിരിയുടെ മെഴുകില്ലേ, ഏതാണ്ട് മെഴുക് പോലെയുള്ള ഒരു വസ്തുവാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് ശരീരം ഇത്തരത്തിലുള്ള അപകടകാരി എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു സാധനത്തിനെ സ്വമേധയ സൃഷ്ടിക്കേണ്ടത്? എന്തിനാണത് ചെയ്യേണ്ടത്? അതിൻ്റെ ആവശ്യമുണ്ടോ ശരീരത്തിന്? തീർച്ചയായിട്ടും അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ശരീരം അതിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഓർമ്മ വയ്ക്കുക. ശരീരത്തിൻ്റെതായ ആവശ്യങ്ങളിൽ കൊളസ്ട്രോൾ അത്യന്താപേക്ഷികമായത് കൊണ്ടാണ് കൊളസ്ട്രോളിനെ ശരീരം സ്വയം ഉൽപ്പാദിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ രക്തപരിശോധനയിൽ കൊളസ്ട്രോൾ ലെവൽ 200 കണ്ടാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ 200 ആഹാരത്തിലൂടെ അകത്താക്കി എന്നല്ല. ഈ 200-ലെ 160 മില്ലിഗ്രാമും നിങ്ങളുടെ ശരീരം സ്വയം ഉൽപ്പാദിപ്പിച്ചതാണ്. ബാക്കി വെറും 40 മില്ലിഗ്രാം മാത്രമാണ് ബാഹ്യമായി നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നുകൂടിയിട്ടുള്ളത്. അതും വേറെ പല പ്രക്രിയകളിലൂടെ. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. സംഗതി പിടികിട്ടിയോ? എന്ന് വെച്ചാൽ എൻഡോജീനസ് കൊളസ്ട്രോൾ പ്രൊഡക്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ശരീരം സ്വമേധയ സ്വയം സ്വന്തം ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിക്കുന്ന കൊളസ്ട്രോൾ, ഒരു വാക്സി സബ്സ്റ്റൻസ്, മെഴുക് പോലെയുള്ള ഒരു സാധനം, അതാണ് കൊളസ്ട്രോൾ. മൃഗങ്ങൾ മാത്രമേ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കൂ. സസ്യങ്ങൾ ഒരിക്കലും കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കില്ല. കാരണം മൃഗങ്ങളുടെ സെൽ മെംബ്രെയിൻ, കോശത്തിൻ്റെ ആവരണം, അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ, ഈ ലിപ്പിഡ് ഇല്ലെങ്കിൽ, ഫോസ്ഫോ ലിപ്പിഡ് ബൈലെയർ എന്നാണ് ഈ മെംബ്രെയിൻ, ഈ സെൽ മെംബ്രെയിൻ്റെ ഘടനയെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഉണ്ടാവില്ല, അതിനാൽ സെൽ ഉണ്ടാവില്ല, അതായത് കോശം ഉണ്ടാവില്ല, ടിഷ്യൂസ്, ഓർഗൻ സിസ്റ്റംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല, അതായത് ജീവൻ തന്നെ ഉണ്ടാവില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് കൊളസ്ട്രോൾ. അതിനെയാണ് നമ്മളൊക്കെ ഒരു വില്ലൻ പരിവേഷം കൊടുത്ത് എന്തോ അപകടകാരിയായിട്ടുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞു 0 കൊളസ്ട്രോളൊക്കെ എഴുതി പടച്ചങ്ങോട്ട് വിടുകയാണ്, തള്ളി മറിക്കുകയാണ് ഓരോരുത്തർ. എന്തറിഞ്ഞിട്ടാണ് കൊളസ്ട്രോളിനെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇവർ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ കൊളസ്ട്രോളിനെ കുറിച്ചുള്ള ഒരു ചർച്ചയിൽ ഈ ഗുഡ് കൊളസ്ട്രോളും ബാഡ് കൊളസ്ട്രോളും ഒരു ചർച്ച ഭയങ്കര കൊഴുപ്പിക്കാറുണ്ട് അല്ലേ? കൊഴുപ്പിനെ കുറിച്ചുള്ള ഒരു ചർച്ച കൊഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും, എന്താണ് ഈ സംഭവം? അങ്ങനെ കൊളസ്ട്രോൾ നല്ലതും ചീത്തയും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. കൊളസ്ട്രോൾ ഒരിക്കലും നല്ലതോ ചീത്തയോ അല്ല. ശരീരത്തിന് എപ്പോഴും നല്ലത് തന്നെയാണ് കൊളസ്ട്രോൾ. അതിനെ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വാഹകരുണ്ട്.
ആ വാഹകരാണ്. വാഹകരെന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അയക്കുമ്പോൾ, കൊറിയറായിട്ടോ കാർഗോ ആയിട്ടോ അയക്കുമ്പോൾ അതിനെ കൊണ്ടുപോകാൻ ട്രക്കുകൾ ഉണ്ടാവും അല്ലേ? ട്രക്കിലോ മിനി ട്രക്കിലോ ആപ്പയിലോ പെട്ടി ഓട്ടോയിലൊക്കെയാണ് കൊണ്ടുപോകുന്നത്, കാർഗോ കൊണ്ടുപോകുന്നത്. ഒരു 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 സ്ഥിതി ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഒരുപാട് ട്രക്സ് എല്ലാം ഈ റോഡിലൂടെ, ഹൈവേയിലൂടെ, എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവാവുന്നത് 100 ട്രക്കുകൾക്കാണ് ഒരു ദിവസം എന്ന് കരുതുക. അതിന് പകരം 1000 ട്രക്കുകളുണ്ട്. എന്ത് സംഭവിക്കും? ഈ ട്രക്കുകളൊന്നും ഈ ചരക്ക് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യില്ല, ഫലപ്രദമായിട്ട് നീക്കം ചെയ്യില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? എവിടെയെങ്കിലൊക്കെ കിടക്കും. എന്നിട്ട് അവരെ ആ ലോഡൊക്കെ ചിലപ്പോൾ ഇപ്പൊ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ അത് റോഡ് സൈഡിൽ ഉപേക്ഷിക്കും. ചെയ്യാറുണ്ടോ? അത് തന്നെയാണ് ഈ LDL ഉം HDL എന്ന് പറയുന്നത്. അപ്പൊ LDL കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, LDL എന്നുള്ളതിന്റെ ഫുൾ ഫോം ലൈപ്പോപ്രോട്ടീൻ എന്നാണ്, കൊളസ്ട്രോൾ എന്നല്ല. ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ ദാറ്റ് ക്യാരീസ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിനെ വഹിച്ചു കൊണ്ടുവന്ന, അതായത് കൊളസ്ട്രോളിന്റെ വാഹകരായ ലൈപ്പോപ്രോട്ടീൻ ആണ് യഥാർത്ഥത്തിൽ നല്ലതും ചീത്ത എന്ന് പറയുന്നത്. അതും പക്ഷെ ശരീരത്തിന് അത്യാവശ്യമാണ്. ഈ ചീത്ത കൊളസ്ട്രോൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന LDL കൊളസ്ട്രോൾ, ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയുന്ന LDL കൊളസ്ട്രോൾ പോലും ശരീരത്തിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് അത് ശരീരത്തിൽ സ്ഥിരമായിട്ട് കാണപ്പെടും. അതിൻ്റെ ലെവല് കാലക്രമേണ, അതായത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ ലെവല് കുറച്ച് കൊണ്ടുവരണം. കാരണം ഈ ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേ കാർഗോ ട്രക്സ് എല്ലാം കൂടി റോഡിൽ കൂടി പോയി കഴിയുമ്പോൾ അവർ ഇവിടെ എവിടെയൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കും. അപ്പോൾ അതേപോലെ രക്തധമനിയിലൂടെ രക്തചംക്രമണം കൃത്യമായിട്ട് നടക്കില്ല. കാരണം ഈ ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ രക്തധമനിയുടെ അകത്തെ ആവരണത്തിനുള്ളിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ കാരണമാവും. ആ ബ്ലോക്കുകളാണ് പിന്നീട് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ആയിട്ട് രൂപാന്തരപ്പെടുന്നത്. അങ്ങനെ അപകടകാരിയായ അവസ്ഥകൾക്ക് കാരണമാവുന്നത്, മരണത്തിന് വരെ കാരണമാവും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലൈപ്പോപ്രോട്ടീൻസിന് ചീത്ത കൊളസ്ട്രോൾ എന്ന പേര് വന്നത്. LDL ലൈപ്പോപ്രോട്ടീൻ, അതായത് ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ ക്യാരിങ് കൊളസ്ട്രോൾ, LDLC എന്ന് നിങ്ങളുടെ റിപ്പോർട്ടിൽ നിങ്ങൾ കാണുന്ന സാധനം. സംഗതി പിടികിട്ടിയോ? ഇനി ഇതിനൊക്കെ ഈ പറയുന്ന റോഡ് സൈഡിൽ ഉപേക്ഷിച്ച മാലിന്യങ്ങളോ അല്ലെങ്കിൽ വൃത്തികേടിനെയൊക്കെ വൃത്തിയാക്കുന്ന അല്ലെങ്കിൽ നീക്കം ചെയ്ത് ആ സ്ഥലത്തേക്ക് വളരെ വളരെ സുന്ദരവും സുരഭിലവും ആക്കി വെക്കുന്ന വസ്തുക്കളാണ് HDL കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ കൊളസ്ട്രോൾ. അതുകൊണ്ടാണ് HDL കൊളസ്ട്രോളിനെ ഗുഡ് കൊളസ്ട്രോൾ എന്നും പറയുന്നത്. അപ്പൊ LDL-ഉം HDL-ഉം ശരീരത്തിൽ നോർമലി ഉള്ളത് തന്നെയാണ്. LDL 0 ഒരിക്കലും വരില്ല. അത് ശരീരത്തിന് ആവശ്യമില്ലാത്ത വേസ്റ്റ് ആയിരുന്നെങ്കിൽ അത് 0 വരേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സാധനം ശരീരത്തിൽ അങ്ങനെ വേസ്റ്റ് ആയിട്ടില്ല. എല്ലാത്തിൻ്റെയും ഒരു നോർമൽ റേഞ്ച്. ഇപ്പോൾ ക്രിയാറ്റിനെ കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കരുതുന്ന ക്രിയാറ്റിൻ എന്തോ വിഷവസ്തുവാണെന്ന്. നോർമലി ശരീരത്തിൽ ഉണ്ടാവുന്ന കുറേ മെറ്റബോളിക് റിയാക്ഷൻസിലൂടെ ഉണ്ടാവുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ്. അതേപോലെ ഒരു മെറ്റബോളിസത്തിലൂടെ ഉണ്ടാവുന്നതാണ് ഈ LDL-ഉം HDL-ഉം. അത് ഓർമ്മ വേണം. എന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി വരും. നിങ്ങൾക്ക് ആഹാര ക്രമീകരണത്തിലൂടെ മാത്രം LDL കൊളസ്ട്രോളിനെ കുറയ്ക്കാനോ HDL കൊളസ്ട്രോളിനെ കൂട്ടാനോ സാധ്യമല്ല. പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർക്ക്. ബഹുഭൂരിപക്ഷം പ്രമേഹം ഇല്ലാത്തവർക്ക് പോലും ഇത് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അത്രയ്ക്കും വീര്യമുള്ള ടീംസ് ആയിരിക്കണം, അത്രയ്ക്കും ഡയറ്റ് കൺട്രോളും അത്രയ്ക്കും എക്സസൈസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഒക്കെ വരുത്തുന്ന ആൾക്കാരായിരിക്കണം. പക്ഷെ ഇവിടെ ഒരു ജനറ്റിക് ബേസിസും കൂടി ഉണ്ടെന്ന് പറയാണ്ട് വയ്യ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജനിതക ഘടനയാണ് ഒരു വലിയ പരിധിവരെ നിങ്ങളുടെ ലിവർ ഏതൊക്കെ കൊളസ്ട്രോൾ ഏതൊക്കെ ഘട്ടങ്ങളിൽ എത്ര അളവിൽ ഉണ്ടാക്കും, എത്ര അളവിൽ നിർമ്മിക്കും എന്നൊക്കെ തീരുമാനിക്കും. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇംഗ്ലീഷ് ഡോക്ടർമാരൊക്കെ മരുന്ന് മാഫിയയുടെ ആൾക്കാരെന്ന് എപ്പോഴും ആരോപിക്കുന്ന ചില വ്യക്തികൾക്ക് കുറച്ച് വളം കൂടി ഇട്ട് തരാം. യെസ്, നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടി വരും. മരുന്ന് വെക്കാൻ വേണ്ടിയാണ് ഡോക്ടർ സതീഷ് ഭട്ട് ഈ ചാനൽ നടത്തുന്നതെന്ന് തമാശ പറയുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ കുരു പൊട്ടിച്ചോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പോയിന്റ് എന്താണെന്ന് വെച്ചാൽ LDL കൊളസ്ട്രോൾ കുറയ്ക്കാനോ
അല്ലെങ്കിൽ HDL കൊളസ്ട്രോൾ കൂട്ടാനോ നിങ്ങൾക്ക് ആഹാരത്തിലൂടെ മാത്രം സാധ്യമല്ല. അവിടെ യു നീഡ് എ കോമ്പിനേഷൻ ഓഫ് ഡയറ്റ്, എക്സസൈസ്, ദ റൈറ്റ് എക്സസൈസ്. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വ്യായാമം തന്നെ ആയിരിക്കണം. ഏതെങ്കിലും എക്സസൈസ്, കുറെ നടത്തം, കുറെ ചാട്ടം, കുറെ ഓട്ടം, കുറെ ഡാൻസ്, നോ 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 നോ, ഇറ്റ് വോണ്ട് ഹെൽപ്പ്. ക്ലിയർ? പിന്നെ മരുന്നുകൾ മിക്കവാറും എല്ലാവരും കഴിക്കേണ്ടി വരും, പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ. ഇക്കാലത്ത് 25-30 വയസ്സ് കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ഡിസ്ലൈപ്പിഡീമിയ ഉണ്ടെങ്കിൽ, അതായത് LDL കൊളസ്ട്രോൾ, ഇപ്പോഴത്തെ കട്ട് ഓഫ് എത്രയാണെന്ന് അറിയാം? LDL കൊളസ്ട്രോളിൻ്റെ ഡയബറ്റിക്സിന് 70 mg/dL ആണ്. മറ്റുള്ളവർക്ക് 100 mg കൂടുതലാണെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കണം. എസ്പെഷ്യലി ഇന്ത്യൻസിന് LDL കൂടുതലും HDL വളരെ കുറവും ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയും ഒരുപാട് കാണാറുണ്ട്. നമ്മുടെ ഇന്ത്യൻസിൻ്റെ ജനറ്റിക്സ് അങ്ങനെയാണ്. അത്തരത്തിലുള്ളവർ നിർബന്ധമായിട്ട് മരുന്ന് തന്നെ കഴിക്കണം. ആൻഡ് എത്ര നാളത്തേക്ക് മരുന്ന് കഴിക്കണം? ഇവിടെയും കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു 3 മാസം 6 മാസം കഴിച്ച് കഴിയുമ്പോണ്ടല്ലോ പലരും റിപ്പോർട്ട് നോക്കി, എൻ്റെ LDL കൊളസ്ട്രോൾ കുറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ടോട്ടൽ കൊളസ്ട്രോൾ കുറഞ്ഞു, ട്രൈഗ്ലിസറൈഡ് കുറഞ്ഞു. അപ്പോൾ ലാബിലിരിക്കുന്ന ആൾ പറയും, അയ്യോ സാറേ കൊളസ്ട്രോൾ വളരെ കുറവാണല്ലോ എന്ന് പറയുമ്പോൾ, അപ്പോൾ ആകാശടിഞ്ഞ് വീഴും എന്ന് കരുതി ഇവർ അപ്പം തന്നെ ഗുളിക അങ്ങനെ നിർത്തും. അബദ്ധം. ഒരു കാരണവശാലും അങ്ങനെ ഗുളിക തോന്നുന്ന പടിക്ക് നിർത്തരുത്. ഇവിടെ വേറെ പല റിസ്ക് ഫാക്ടേഴ്സും ഉണ്ടാവാം. എസ്പെഷ്യലി നിങ്ങൾ സ്മോക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഇൻക്ലൂഡിങ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഫാറ്റി ലിവർ ഡിസീസ്, തൈറോയിഡ് ഡിസീസ്, അല്ലെങ്കിൽ കിഡ്നി ഡിസീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി, കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹാർട്ട് സംബന്ധമായ, സ്ട്രോക്ക് സംബന്ധമായ എന്തെങ്കിലും അസുഖം നിങ്ങളുടെ ഫാമിലിയിലുണ്ടെങ്കിൽ നിങ്ങൾ ഹൈ റിസ്ക് ആണ്. ഒബേസിറ്റി, അമിതവണ്ണം എന്ന് പറയുമ്പോൾ തടിച്ചു കൊഴുത്ത് കുണ്ടുമണി ആയിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഈവൺ വയറ് ചാടിയ ഒരു അവസ്ഥ, ആബ്ഡമിനൽ ഒബേസിറ്റി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ റിസ്ക് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ആ മരുന്ന് ആയുസ് മുഴുവൻ കഴിക്കേണ്ടി വരും. അതിൻ്റെ ഡോസിങ്ങിൽ ചിലപ്പോൾ നമ്മൾ വ്യത്യാസമൊക്കെ വരുത്തിയെന്ന് വരാം. പക്ഷെ പൊതുവെ മിക്കവാറും എല്ലാവരും ആയുസ് മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ കൊളസ്ട്രോൾസിനെ കുറിച്ച് പൊതുവെയും LDL HDL കൊളസ്ട്രോൾ എന്നുള്ള ബേസിക് കോൺസെപ്റ്റ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കട്ടെ. ഇത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ നമ്മൾ ഒരുപാട്, യു ക്യാൻ ഇമാജിൻ, നിങ്ങൾക്ക് തന്നെ സങ്കല്പിക്കാവുന്നുള്ളൂ എത്രത്തോളം എഫേർട്ട് ഇതിലിടുന്നുള്ളത്. ഒരു സ്ക്രിപ്റ്റും വെച്ചിട്ടല്ല ഞാനിത് പറയുന്നത്, ഒരു സ്ക്രിപ്റ്റും എഴുതി അതിൽ നിന്ന് വായിക്കുന്നതല്ല. ഇതൊക്കെ സ്വയം പഠിച്ച് മനനം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അതിനാൽ നിങ്ങൾക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റുന്നത് ഇതിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നിട്ടായിരിക്കും. ആ പ്രോത്സാഹനം നിങ്ങൾ തരുന്നത് സിമ്പിളാണ്. ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു നോട്ടിഫിക്കേഷൻ ഐക്കൺ. ഇനി നോട്ടിഫിക്കേഷൻസ് ഇല്ലെങ്കിലും നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.